ആദരണീയനായ പി ജെ കുര്യൻ സാർ, നമ്മുടെ പ്രിയങ്കരിയായ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം പി, ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഒരിക്കൽ കൂടി പത്തനംതിട്ട പാർലമെൻറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസം കാത്തുപരിപാലിക്കാനും ഈ നാടിൻ്റെ വികസനത്തിനു വേണ്ടി പരമാവധി പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന ഊർജം. ഇതിനു മുമ്പ് ഈ രാജ്യത്ത് കിടന്ന തെരഞ്ഞെടുപ്പുകളേക്കാൾ വ്യത്യസ്തമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം അതിൻ്റെ മരണമണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തെ ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ കുഴിച്ചു മൂടാനും ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണം കൊണ്ടുവരാനും അണിയറയിൽ അതിൻ്റെ നീക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. നമുക്ക് ഈ രാജ്യത്ത് നൽകുന്ന എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സമത്വവും നീതിയും അതെല്ലാം നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയെ ശത്രുവാക്കുന്നവർ, ഭരണഘടന മാറ്റിമറിക്കുമെന്നും പിച്ചു ചീന്തുമെന്നും ഭരണഘടന ചുട്ടുകരിക്കുമെന്നും പറയുന്ന ആളുകളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന BJPയും കൂട്ടാളികൾ. നമുക്ക് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിത്തന്നത് രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ നേതൃത്വത്തിലുള്ള ധീരോചിതമായ പോരാട്ടമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്. സ്വാതന്ത്ര്യാനന്തര ഭാരതം മതനിരപേക്ഷ രാഷ്ട്രമായി, മതേതര രാഷ്ട്രമായി ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിക്കും തുല്യമായി നീതിയും അവസരവും സമത്വവും അതെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രമാക്കി മാറ്റിയത് ഗാന്ധിയൻ ചിന്തകളാണ്. ഇന്ന് ആ ചിന്തകളെ കുഴിച്ചു മൂടാനും ഗോഡ്സേയുടെ ഇന്ത്യ ഇവിടെ പ്രാവർത്തികമാക്കാനും ചില ശക്തികൾ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ, ദളിത് സമൂഹത്തെ ഒക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് അതിക്രൂരമായ ആക്രമണത്തിന് വിധേയമാക്കി തങ്ങളുടെ സർവാധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇന്ന് ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ പേരുകൾ പോലും മാറ്റണമെന്നാണ് നാഗ്പൂരിൽ നിന്നുള്ള നിർദ്ദേശം. നമുക്ക് വേണ്ടത് തുല്യതയോടെ, സമത്വത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള, എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാനുള്ള ഒരു രാജ്യമാണ്. ആ ചിന്ത യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് നടന്നുപോയത്. മണിപ്പൂരിൽ നിന്ന് 6500 കിലോമീറ്റർ സഞ്ചരിച്ച് അദ്ദേഹം ഈ രാജ്യത്തെ വൈവിധ്യമാർന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ചത്. രാഹുൽ ഗാന്ധി വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമ്പോൾ നമ്മളും ആ മുദ്രാവാക്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്കിവിടെ വേണ്ടത് പാവപ്പെട്ടവന്റെ ക്ഷേമമാണ്, കൃഷിക്കാരന്റെ സംരക്ഷണമാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്നവരുടെ അജണ്ടയിൽ അതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടം ഈ നാടിൻ്റെ സമസ്ത മേഖലകളും തകർത്തിരിക്കുകയാണ്. ഈ ഭരണത്തിനും കീഴിലും ഒരു ലക്ഷ്യമില്ലാത്തത് പാവപ്പെട്ടവർക്കാണ്. വിലക്കയറ്റം കൊണ്ട് അവർ വീർപ്പുമുട്ടുന്നു. കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ചയിൽ കർഷകർ തകരുന്നു. അക്രമങ്ങളും കൊലപാതകങ്ങളും മാഫിയകളുടെ അഴിഞ്ഞാട്ടവും കൊണ്ട് കേരളത്തിൻ്റെ സ്വൈര്യ ജീവിതം അപകടത്തിലായിരിക്കുന്നു. പട്ടിണിയായിട്ടാണെങ്കിലും സ്വന്തം വീട്ടിനുള്ളിൽ സമാധാനത്തോടെ കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മലയാളികളുടെ സ്വപ്നത്തിൻ്റെ മേൽ ഇന്ന് കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ക്യാമ്പസുകൾ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലായിരിക്കുന്നു. അതിക്രൂരമായ അക്രമങ്ങൾ നടക്കുകയാണ്. ഇതിലെല്ലാം കുറ്റവാളികളെ സംരക്ഷിക്കാൻ, കുറ്റവാളികൾക്ക് പട്ടും വളയും നൽകാൻ താല്പര്യം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് പുതിയ തലമുറ പലായനം ചെയ്യുകയാണ്. അവർ കിട്ടിയ വീട് പണയം വെച്ചിട്ടാണെങ്കിലും
കിടപ്പാടം പടയം വെച്ചിട്ടാണെങ്കിലും എവിടെയെങ്കിലും പോയി നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ മാതാപിതാക്കൾ ഉപദേശിക്കുമ്പോൾ കേരളം ഇന്ന് ബുദ്ധിശക്തിയുള്ള, വിവേകമുള്ള, സാമർഥ്യമുള്ള പുതിയ തലമുറ ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കേരളം ഒരു ഓൾഡ് ഏജ് ഹോമായി മാറും. ഈ മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് ഇവിടെ ജീവിത വിജയം നേടാൻ കഴിയുന്ന ഇന്നവേറ്റീവ് സ്കൂളിലുള്ള ഓൺട്രപ്രണർഷിപ്പുള്ള വിവേകമുള്ള ബുദ്ധിയുള്ള തലമുറ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. നമുക്ക് ഈ നാട്ടിലേക്ക് നമ്മൾ വിഭാവനം ചെയ്ത ആ നല്ല നാളുകൾ ഈ നാട്ടിലേക്ക് നമുക്ക് മടക്കി കൊണ്ടുവരണം. അതിന് കഴിയണമെങ്കിൽ ഇന്ത്യയെ ഒരുപോലെ കാണുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP തൂത്തുവാരി അയച്ച തെരഞ്ഞെടുപ്പിൽ 60% വോട്ട് ലഭിച്ച പ്രതിപക്ഷ കക്ഷികളാണ് ഇന്ന് ഇന്ത്യ മുന്നണിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏത് ഇലക്ഷൻ കമ്മീഷണറെ മാറ്റിക്കോട്ടെ, ഏത് അട്ടിമറി നടത്തിക്കോട്ടെ, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു വരുന്ന ജനവികാരത്തിൽ, കർഷക വികാരത്തിൽ, സാധാരണക്കാരുടെ വികാരത്തിൽ ഈ മോഡിയുടെ ഭരണം ഒലിച്ചു പോകുമെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് കൈകോർത്തൊന്ന് പ്രവർത്തിക്കാം. ഈ നാടിൻ്റെ ഐക്യവും ഈ നാടിൻ്റെ സാഹോദര്യവും കൈകോർത്ത് പിടിച്ച് സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളോടൊപ്പം ഇനിയും നിങ്ങളുടെ ഒരെളിയ സഹപ്രവർത്തകനായി ഞാൻ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ നാളുകൾ നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. RSPയുടെ സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ശിവകുമാർ സാർ. ബഹുമാന്യായ അധ്യക്ഷൻ, ആദരണീയനായ ഉദ്ഘാടകൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ബഹുമാന്യായ കുര്യൻ സാറ്, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ആൻ്റോ ആൻ്റണി MP അടക്കമുള്ള ഈ വേദിയിൽ സദസ്സിലുമുള്ള ആദരണീയരായ നേതാക്കന്മാർ, ഒരു പ്രസംഗം എന്ന സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ